കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണയിക്കുന്ന ചരിത്രപരമായ വിധിയെഴുത്തിന് നാളെ തുടക്കം. 2.71 കോടി വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമാകും. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കാൻ UDFും 3ാം തവണയും അധികാരം നിലനിർത്തി ഹാട്രിക് വിജയം കുറിക്കാൻ LDFും നിർണായക ശക്തിയായി കരുത്തുകാട്ടാൻ NDAയും സർവ്വസജ്ജരാണ്. ഇത്തവണ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത തീരെ കുറവാണെന്നും തരംഗങ്ങൾ ആഞ്ഞുവീശിയാൽ അത് പ്രധാന മുന്നണികൾക്ക് വലിയ നേട്ടമാകുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ CPM-BJP ഡീൽ ആരോപണത്തോടെയാണ് പ്രചരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടത്. തുടക്കത്തിൽ ഒഴിഞ്ഞുമാറിയെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി തന്നെ മറുപടിയായി രംഗത്തെത്തിയതോടെ പോരാട്ടം കടുത്തു. SDPI വെൽഫെയർ പാർട്ടി ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതും ചെറ്റത്തരം വീട്ടിൽ പോയി ചോദിക്ക് ഒടുവിൽ ഡാഷ്മോൻ പ്രയോഗം വരെ എത്തിയതും പ്രചാരണത്തിന് ചൂടേറ്റി. വയനാട് ഫണ്ട് വിവാദവും പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ഇരുമുന്നണികളും പരസ്പരം ആയുധമാക്കി. ഭരണവിരുദ്ധ വികാരം പ്രകടമല്ലെന്നും സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ ഏറ്റെടുത്തെന്നുമാണ് LDF വിലയിരുത്തൽ. 110 സീറ്റുകൾ വരെ നേടി ചരിത്രപരമായ 3ാം വിജയം അവർ സ്വപ്നം കാണുന്നു. സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരം വോട്ടായി മാറുമെന്നാണ് UDF പ്രതീക്ഷ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളും പാർട്ടിക്കുള്ളിലെ ഐക്യവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒരു MP സ്ഥാനവും തലസ്ഥാന കോർപ്പറേഷൻ ഭരണവും നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് BJP. വികസിത കേരളം എന്ന മുദ്രാവാക്യവും പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങളും 10ഓളം മണ്ഡലങ്ങളിലെങ്കിലും നിർണായക മുന്നേറ്റമുണ്ടാകുമെന്ന് അവർ കരുതുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ തരംഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വോട്ടർമാരുടെ മനസ്സിൽ രൂപപ്പെട്ട ഭരണാനുകൂലമോ ഭരണവിരുദ്ധമോ ആയ തരംഗങ്ങൾ ആഞ്ഞുവീശിയാൽ അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് വൻ ഭൂരിപക്ഷം നൽകാൻ ഇടയാക്കും. തൂക്കുസഭയ്ക്കുള്ള സാധ്യത നിരീക്ഷകർ തള്ളിക്കളയുന്നത് വോട്ടർമാരുടെ വ്യക്തമായ നിലപാട് കണക്കിലെടുത്താണ്. നിശബ്ദ പ്രചരണത്തിന്റെ ഇന്നത്തെ പകൽ കഴിഞ്ഞ് നാളെ വോട്ടർമാർ ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ അത് കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കും. തുടർഭരണത്തിലൂടെ ഇടതുപക്ഷം ചരിത്രം തിരുത്തുമോ അതോ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലതുപക്ഷം മടങ്ങിയെത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം.